പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയിരിക്കുകയാണ്. ഹെലികോപ്റ്റർ മാനന്തവാടിയിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിക്ക് സമീപമുള്ള ഹെലിപാഡിൽ ഇറങ്ങുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ 10:30 പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ എത്തിച്ചേരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ 1.5 മണിക്കൂറോളം വൈകിയാണ് പ്രിയങ്ക എത്തിയത്. കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രിയങ്ക അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഇപ്പോൾ മാനന്തവാടിയിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം പൊതുസമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. രാഹുലിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനാണ് പ്രിയങ്ക ഗാന്ധി എത്തുന്നത്. നേരത്തെ രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ പ്രിയങ്ക ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ അന്ന് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയോ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയോ ചെയ്തിരുന്നില്ല. ഇന്ന് രാഹുലിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ പ്രിയങ്ക എത്തിയിരിക്കുന്നു. 4ഓളം പരിപാടിയിൽ പ്രിയങ്ക പങ്കെടുക്കും. മനു ഭരത് മാനന്തവാടിയിൽ നിന്നും ചേരുകയാണ്. മനു, പ്രിയങ്ക ഗാന്ധി ഹെലികോപ്റ്ററിൽ അവിടെ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം പൊതുസമ്മേളനം തുടങ്ങും. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? പ്രിയങ്ക ഗാന്ധിയുടെ ഹെലികോപ്റ്റർ വയനാട്ടിലെത്തിയിരിക്കുന്നു. ഈ സദസ്സിനെ വട്ടമിട്ട് പറഞ്ഞതിനു ശേഷമാണ് അത് ഹെലിപാഡിൽ തൊട്ടടുത്തുള്ള വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തുള്ള ഹെലിപാഡിൽ ഇറങ്ങിയത്. അല്പസമയത്തിനകം വ്യക്തത കുറവുണ്ട്. മനുവിലേക്ക് ഞാൻ തിരിച്ചു വരാം. എന്തായാലും പ്രിയങ്ക മാനന്തവാടിയിൽ എത്തിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 10:30 എത്തും എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ വൈകിയാണ് പ്രിയങ്ക എത്തുന്നത്. മാനന്തവാടിയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനായി പ്രിയങ്ക ഗാന്ധി എത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രവർത്തകരെ കൈവീശി കാണിക്കുന്നു പ്രിയങ്ക. 11:45 പുൽപ്പള്ളിയിൽ കർഷക സമ്മേളനത്തിൽ പങ്കെടുക്കാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഇന്ന് തിരക്കിട്ട പരിപാടികളാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത്. ഇന്ന് വൈകി എത്തിയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇനി പരിപാടിയുടെ ഷെഡ്യൂൾ എല്ലാം തന്നെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ഉണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ പ്രിയങ്ക ഗാന്ധിക്കൊപ്പമുണ്ട്. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ വരവും കാത്ത് ഉണ്ടായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കാത്തിരിപ്പിലാണ്. പ്രിയങ്കയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കും, 5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കും എന്നായിരുന്നു ഓരോ പ്രവർത്തകരും പ്രതികരിച്ചിരുന്നത്. വലിയ ആവേശത്തിൽ പ്രവർത്തകർ നാളെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇരിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നു. അതിന്റെ ആവേശം UDF ക്യാമ്പിൽ ആകെ തന്നെയുണ്ട്. മാനന്തവാടിയിലെ പരിപാടിക്ക് ശേഷം പുൽപ്പള്ളിയിൽ കർഷക സംഗമത്തിൽ പങ്കെടുക്കാൻ പ്രിയങ്ക ഗാന്ധി പോകും. അതിനുശേഷം പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ VV വസന്തകുമാറിന്റെ തൃക്കൈപ്പറ്റയിലെ തറവാട്ട് വീട്ടിൽ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. പിന്നീട് നിലമ്പൂരിലും അരീക്കോടും നടക്കുന്ന പൊതുസമ്മേളനങ്ങളിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. തിരക്കിട്ട ഷെഡ്യൂളാണ്. വൈകി എത്തിയിരിക്കുകയുമാണ് പ്രിയങ്ക ഗാന്ധി. നേരത്തെ VV വസന്തകുമാറിന്റെ വസതി സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ പോലും സുരക്ഷാ കാരണങ്ങളാൽ അത് നടക്കാതെ പോയ സാഹചര്യമുണ്ടായിരുന്നു. അവിടേക്കാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് എത്താൻ പോകുന്നത്. വലിയ ആവേശത്തിലാണ് മാനന്തവാടി. നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. രാഹുലിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയിരിക്കുന്നു. മാനന്തവാടിയിൽ പൊതുസമ്മേളനത്തിൽ അല്പസമയത്തിനകം പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും.
ഇന്ന് 4ഓളം പരിപാടികളിലാണ് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നത്. ആദ്യം മാനന്തവാടിയിലെ പൊതുസമ്മേളനം, അതിനുശേഷം പുൽപ്പള്ളിയിൽ കർഷക സംഗമത്തിൽ പങ്കെടുക്കും. വയനാടിനെ സംബന്ധിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാരണം UPA സർക്കാരാണ് എന്ന തരത്തിൽ ഇടതുപക്ഷം വലിയ രീതിയിൽ പ്രചാരണം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും UPA സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് കർഷക സംഗമത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കാൻ പോകുന്നത്. അതിനുശേഷം പ്രിയങ്ക പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ VV വസന്തകുമാറിന്റെ തറവാട്ട് വീട്ടിൽ സന്ദർശനം നടത്തും. അവിടെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തും. അതിനുശേഷം നിലമ്പൂരിലും പിന്നീട് അരീക്കോടിലും പൊതുസമ്മേളനങ്ങളിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയിരിക്കുന്നു. മാനന്തവാടിയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. വലിയ ആവേശത്തിലാണ് അവിടെ UDF പ്രവർത്തകർ. രാഹുലിനും പ്രിയങ്കയ്ക്കും വേണ്ടി ആർപ്പ് വിളിക്കുകയാണ് പ്രവർത്തകർ.